അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നോക്കി പ്രാർത്ഥന കഴിക്കുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം സഹോദരൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ നവംബർ മാസമാണ് നമ്മൾ ഈ പ്രതിമാസ ധ്യാനം ജിനു ബ്രദറിൻ്റെ വീട്ടിൽ വെച്ച് ആരംഭിച്ചത്. ഞാൻ ആ പഴയ നോട്ടൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. അപ്പോൾ നവംബർ 11 ആയിരുന്നു. അപ്പോൾ ഒരു വർഷമായിട്ട് ആദ്യം സഹോദരൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടാൻ പറ്റി അല്ലേ. തടസ്സമൊന്നും സംഭവിച്ചില്ല. നമുക്ക് ഈ പഠന പരമ്പര ഈ അവസാനത്തെ വിഷയം വരെ എത്താൻ ദൈവം സഹായിച്ചു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം നുറുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്, അവർ പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഭയായിട്ടുള്ള വിഷയമാണ് അല്ലേ. സഭയായിട്ട് അവർ പ്രാർത്ഥന കഴിച്ചും പോന്നു. പെന്തക്കോസ്ത് നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട സഭയിൽ കടന്നു വന്നവർ ചെയ്ത അല്ലേ ആ പ്രവൃത്തിയാണ്. അപ്പം സഭയായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് പ്രാർത്ഥന കഴിച്ച് പോന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡി ഈ വിഷയമൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും അതെല്ലാം പറഞ്ഞ് ഞാൻ വിവരിക്കുന്നില്ല. അല്പനേരത്തേക്ക് നമ്മൾ കാതലായ ചിന്തകളൊക്കെ പങ്കുവെച്ചിട്ട് ധ്യാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നവർക്കറിയാമല്ലോ. അപ്പോൾ ചില നമ്മൾ കണ്ട കാര്യങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് അത് കാണുക. ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡി കാണാത്തവർ ദയവ് ചെയ്ത് അത് പോയി കാണണം. അതിനകത്താണ് ശരിക്കും ഉപദേശം അല്ലേ. ബൈബിൾ സ്റ്റഡി ആയിട്ട് ഞാൻ ഇന്ന് എടുക്കുന്നില്ല. പക്ഷെ അതിൽ കണ്ട വസ്തുതകൾ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതം വിശകലനം ചെയ്യണം അല്ലേ. അതിനാണ് നമ്മൾ ആദ്യവും തുടക്കം മുതലേ പറഞ്ഞു അതായിരുന്നു അല്ലേ. ഒന്നാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വചനത്തെ സമീപിക്കേണ്ടത് പരീശന്മാരെ പോലെ അല്ല അല്ലേ. യോഹന്നാൻ 5:39-40 ആദ്യകാലങ്ങളിലൊക്കെ എല്ലാ ആഴ്ചയും ഞാനിത് ചോദിക്കുമായിരുന്നു അല്ലേ. നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടേ വചനത്തോട് അടുത്ത് വരുമ്പം? എന്താ പ്രാർത്ഥിക്കേണ്ടേ? കർത്താവെ മടങ്ങി വരുവാൻ എന്നെ സഹായിക്കണം. കാരണം കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ശോധനയൊക്കെ ചെയ്തു തിരുവെഴുത്തുകൾ, പക്ഷേ എൻ്റെ അടുക്കൽ വരുന്നില്ല അല്ലേ. ഇപ്പോൾ ഒരു വർഷമായിട്ട് നമ്മൾ വചനമൊക്കെ പഠിച്ചിട്ട് അടുപ്പം കൂടിയോ? അതാണ് ചോദിക്കേണ്ടത്, അല്ലാതെ അറിവ് കൂടിയോ എന്നല്ല. അറിവ് കൂടിയോ എന്നുള്ള ചോദ്യം നമ്മളെ കബളിപ്പിക്കും. നമുക്ക് ആത്മീയ അഹന്ത വരത്തേ ഉള്ളൂ. അറിവ് കൂടി, ഇതൊക്കെ നല്ല മെസ്സേജൊക്കെ കേട്ടു, അറിവ് കൂടിയൊന്നല്ല, അടുപ്പം കൂടിയോ? നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നില്ല എന്നാണ് പരീശന്മാരോട് പറഞ്ഞത് അല്ലേ. അപ്പോൾ കർത്താവ് ഈ വചന ധ്യാനത്തിലൂടെ ഞാൻ നിന്നോട് അടുക്കൽ വരണം, ആ മടങ്ങി വരവ് സംഭവിക്കണം. അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അടുക്ക വന്നാൽ മാത്രം പോരാ, ഞാൻ പറയുന്നത് അനുസരിക്കണം. അപ്പോൾ അത് കീഴ്പ്പെടലാണ്, വിധേയത്വം. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും നമ്മൾ വചനത്തോട് അടുത്ത് വരുമ്പോൾ ചോദിക്കണം. കർത്താവെ, പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്, എനിക്ക് മടങ്ങി വരുവാൻ, നിന്നിൽ നിന്ന് വിദൂരത്തായിരിക്കുന്ന വിഷയങ്ങളും മേഖലകളും കീഴ്പ്പെടുത്തി നിനക്ക് സമർപ്പിച്ച് അടുത്തു വരുവാൻ ഈ വചനധ്യാനം ഒരു മുഖാന്തരമാകണം. അല്ലാതെ അറിവ് പ്രാപിച്ചിട്ടൊരു കാര്യമില്ല അല്ലേ. അറിവല്ല, അടുപ്പമാണ് വിഷയം അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ബുധനാഴ്ച ബൈബിൾ സ്റ്റഡിയിൽ അതെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് സൗകര്യമായി. അറിവെല്ലാം അവിടെ കിട്ടും, നമുക്ക് ഈ അടുപ്പം സംസാരിക്കാം അല്ലേ. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഞാൻ ഒന്നാമതായിട്ട് പ്രാർത്ഥന വിഷയത്തിൽ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയുടെ നിർവചനമാണ്. കാരണം പലപ്പോഴും അത് തന്നെ വിശ്വാസികൾക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ. അതിന് കുഴപ്പമില്ല, കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും നിർവചനമൊന്നും നമ്മൾ പഠിക്കാറില്ല അല്ലേ. ഇപ്പോൾ എത്ര പേർക്ക് നിർവചനമൊക്കെ പഠിച്ചിട്ടാണ്, അത് സ്കൂളിലാണ് നിർവചനം, ഡെഫിനിഷൻ പഠിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമോ, പക്ഷെ ജീവിക്കുന്നുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, പക്ഷെ പ്രാർത്ഥന എന്താണെന്നൊന്നും ചോദിച്ചാൽ അത് പറയാൻ അറിയണമെന്നില്ല അല്ലേ. പ്രാർത്ഥനയുടെ എൻ്റെ നിർവചനം ഇങ്ങനെയാണ്: കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനും അവൻ്റെ സഹായം തേടുന്നതിനും വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന അല്ലേ. അതിലേറ്റവും കാതലായ ആ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതാണ് അല്ലേ. അല്ലാതെ ദൈവമായിട്ട് സംസാരിക്കുന്നത് മാത്രം പ്രാർത്ഥനയാവത്തില്ല. ഇപ്പോൾ ചില യൂത്ത് ഗ്രൂപ്പിലൊക്കെ പോകുമ്പോൾ വാട്ട് ഈസ് പ്രെയർ? പ്രെയർ ഈസ് ടോക്കിംഗ് ടു ഗോഡ്. ടോക്കിംഗ് ടു ഗോഡ് വേണം, അത് നല്ലൊരു കാര്യം. പക്ഷേ ടോക്കിംഗ് ടു ഗോഡ് ഈസ് നോട്ട് ഇനഫ്. ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പറയുകയാണ്, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദോശ കഴിക്കണം. ഐ വാസ് ടോക്കിംഗ് ടു ഗോഡ്. അത് പ്രാർത്ഥനയായോ? പ്രാർത്ഥനയല്ലത്. ഇത് കൊള്ളാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയമൊക്കെ തുറന്ന് പകരുന്നു, അത് പ്രാർത്ഥന വേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ഇത് നാടകമാവും. പക്ഷേ അതുകൊണ്ടത് പ്രാർത്ഥനയാകുന്നില്ല. അതുകൊണ്ട് അത് ദൈവമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു, നല്ല കാര്യം അല്ലേ. പക്ഷേ പ്രാർത്ഥനയാവുന്ന എപ്പോഴാണ്? ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ്. അത് പറയാനുള്ള കാരണം നമ്മൾ ഒരുപാട് വാക്യങ്ങളെടുത്ത് നമ്മൾ ബൈബിൾ സ്റ്റഡിയിൽ കാണുന്ന ഒരു കാര്യമാണ്. ഈ പ്രാർത്ഥന എന്ന വിഷയം തിരുവെഴുത്തുകളിൽ തുടങ്ങുന്നത് ഈ പേര് വെച്ചിട്ടാണ്.
അന്നാളിൽ അവർ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ തുടങ്ങി. അല്ലേ? ഉൽപ്പത്തി 4:26 അക്കാലത്ത് മനുഷ്യർ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു തുടങ്ങി. പക്ഷേ ഈ വാക്യങ്ങളൊന്നും നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കണ്ട. മലയാളം ബൈബിളിൽ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. മലയാളം ബൈബിളിൽ അക്കാലത്ത് അവർ യഹോവയെ ആരാധിക്കാൻ തുടങ്ങിയെന്നാണ്. ആരാധന തെറ്റായ വിവർത്തനമാണ്. അവിടെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു തുടങ്ങി. ഞാൻ ബൈബിൾ സ്റ്റഡി പറഞ്ഞതുപോലെ ഒരു വിവർത്തനത്തിൽ ഇത് നേരെ ചൊവ്വേ തർജ്ജിമ ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ സമകാലിക ബൈബിളുകാർ മാത്രം ഒരു നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിളിച്ചപേക്ഷിച്ചു തുടങ്ങി, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അബ്രഹാമിനെ കുറിച്ചും ഉൽപ്പത്തി 12 പറയുന്നതാണ്, വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ ഈ വിളിച്ചപേക്ഷിച്ചു എന്ന് പറയുന്നത് ആരാധനയല്ല. അത് നമ്മൾ പിന്നീട് ഒരുപാട് വാക്യങ്ങൾ സങ്കീർത്തനമൊക്കെ എടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളത് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നതാണ്. അല്ലേ? അപ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും കാതലായ വിഷയം കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. പക്ഷെ എങ്ങനെ വിളിച്ചപേക്ഷിക്കണം? വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കണം. അല്ല ചുമ്മാ ഒരു മന്ത്രം പോലെ കർത്താവിൻ്റെ നാമം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ? ചുമ്മാ ഒരു മന്ത്രം പോലെ കർത്താവിൻ്റെ നാമം പറഞ്ഞാൽ പ്രാർത്ഥനയാകത്തില്ല. വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. അല്ലേ? എന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയുടെ ഉദ്ദേശം. അല്ലേ? ഈ വിശ്വാസത്തോടെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, അവൻ്റെ സഹായം തേടുന്നതിന്. അതിപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സ്ഥിരം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അവനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി സഹായം വിളിച്ചപേക്ഷിക്കുക. പക്ഷേ അതുകൂടാതെ കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനും കൂടെയാണ് നമ്മൾ അവനെ വിളിച്ചപേക്ഷിക്കുന്നത്. അല്ലേ? അപ്പോൾ ഈ സംസർഗ പ്രാർത്ഥന നമുക്ക് അവിടെ ഒന്ന് ഇച്ചിരി ധ്യാനിക്കാം. മറ്റേതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. എന്തെങ്കിലും ആവശ്യത്തിന് കർത്താവിനെ വിശ്വാസത്തോട് വിളിച്ചപേക്ഷിക്കുക, അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ നമ്മൾ പറയുന്ന ഈ സഹായ പ്രാർത്ഥന, അല്ലേ, അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് സംസർഗത്തിനായിട്ട് അവനെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ അതെന്തുവാ? നിങ്ങളൊക്കെ എന്തുവാ മനസ്സിലാക്കുന്നത്? കർത്താവിൻ്റെ സഹായം കിട്ടുവാൻ വേണ്ടി അവനെ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. അതെല്ലാവർക്കും അറിയാമല്ലോ ആ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുക കർത്താവുമായിട്ടുള്ള സംസർഗത്തിനായിട്ട് എന്ന് പറയുമ്പോൾ എന്തുവാ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ വീട്ടിലും ഇതേ ആണോ പ്രാർത്ഥന? അപ്പം ഒറ്റയ്ക്ക് ഇരുന്നുള്ള പ്രാർത്ഥന ഇതേ ഉള്ളൂ? 10 പ്രയർ റിക്വസ്റ്റ്, മറ്റേത് വേണം, മറിച്ചത് വേണം, ഇത് വേണം, അത് വേണം, ഇത് സംഭവിക്കരുത്, അത് സംഭവിക്കണം. പ്രാർത്ഥന കഴിഞ്ഞോ? അതാണ് പ്രാർത്ഥന. പല വിശ്വാസികളുണ്ട് അത്രേ ഉള്ളൂ പ്രാർത്ഥന. ഈ നമ്മൾ കൂടി വരുമ്പോൾ ഉള്ള 10 കാര്യം പ്രാർത്ഥിക്കാം, ആ 10 കാര്യവും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? ചന്തയിൽ പോകുമ്പോൾ ലിസ്റ്റ് കൊടുക്കുന്നു, കർത്താവിന് ഒരു ലിസ്റ്റ് അങ്ങ് കൊടുക്കുന്നു. അത് അതിനപ്പുറത്തൊരു പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്ത നിരവധി വിശ്വാസികളുണ്ട്. അത് നമുക്കറിയാൻ പറ്റത്തില്ല ആരാ അങ്ങനത്തെ ഉള്ളവരുന്ന്. പക്ഷേ അത് അങ്ങനെ ആണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വളരെ ശൈശവത്തിലാണ്. ക്രിസ്തീയ പ്രാർത്ഥനാ ജീവിതം അത് തെറ്റൊന്നുമല്ല, പ്രാർത്ഥിക്കണം. അതുപോലും പ്രാർത്ഥിക്കാത്തവരുണ്ട്. ഈ ലിസ്റ്റ് ഒന്നും ഇല്ലാത്ത, പ്രാർത്ഥനയെ ഇല്ലാത്തവരുണ്ട്. അല്ലേ? പക്ഷേ അതല്ല കർത്താവ്. പ്രാർത്ഥന അതിനും അപ്പുറമായിരിക്കണം. ഇപ്പോൾ യേശുക്രിസ്തു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോയതിനാണ് ഈ ലിസ്റ്റിനാണ്. രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിച്ച ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? അവൻ പിതാവുമായിട്ട് അടുത്തിരിക്കണം. അല്ലേ? നമ്മളൊരു വാക്യമുണ്ടല്ലോ, സങ്കീർത്തനങ്ങൾ 145:18, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ആ സാമീപ്യം അനുഭവിക്കണം. അതിനാണ് എന്തെന്ന് പറയുന്നത്? സംസർഗം. അല്ലേ? എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, പക്ഷെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണം. അങ്ങനെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സ്വഭാവം സാധാരണഗതിയിൽ എന്താണ്? കുറച്ചൊക്കെ ആവശ്യമൊക്കെ പ്രാർത്ഥിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് ഒരു 2 മണിക്കൂർ ദൈവമായിട്ടൊന്ന് സമയം ചെലവഴിക്കണം. അല്ലേ? അപ്പോഴാണ് എന്ത് പറ്റുന്നത്? ആ ബന്ധത്തിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നത്. അല്ലേ? നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ചതാണല്ലോ, നിയമപരമായി കല്യാണം കഴിച്ചതാണ്. പക്ഷെ നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ എടുത്ത് ഏതെങ്കിലുമൊക്കെ മലയുടെയൊക്കെ മണ്ടയിൽ പോയി, അല്ലേ? ചിലർ മലേഷ്യയിൽ പോയി. അല്ലേ? എന്തിനാണ് ഈ സമയം ചെലവഴിക്കുന്നത്? മാരേജ് സർട്ടിഫിക്കറ്റിലുണ്ടല്ലോ നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന്. പിന്നെന്തിനാണ് ഈ പോകുന്നത്? അതെന്തിനാണ്? അത് ബന്ധം നിയമപരമായി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ബന്ധം ആസ്വദിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ബന്ധമുണ്ട്. ആസ്വദിക്കാറില്ല. പക്ഷേ ഈ ലിസ്റ്റ് കൊടുക്കലേ ഉള്ളൂ, റേഷൻ കടയിൽ പോകുന്ന പോലെ. അല്ലേ? അപ്പോൾ അതിലെന്തോ ഒരു അപൂർണതയില്ലേ? ദൈവമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ ദൈവമായിട്ട് സമയം ചെലവഴിക്കാറില്ല. അപ്പോൾ സംസർഗ പ്രാർത്ഥനയുണ്ടോ ആണ് ചോദ്യം.
ഇത് പ്രസംഗമല്ല, അതുകൊണ്ട് ചോദ്യമായത്. വിശകലനം ചെയ്യാൻ വേണ്ടി ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ശതമാനം പ്രാർത്ഥന സംസർഗ പ്രാർത്ഥനയാണ്? ദൈവമായിട്ട് സമയം ചെലവഴിക്കുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും എല്ലാം അറിഞ്ഞ് ദൈവം ഇതെങ്ങനെ ചെയ്യണം അതെങ്ങനെ ചെയ്യണം, ദൈവത്തിൻ്റെ ആലോചനകൾ കേട്ട് ദൈവമായിട്ട് സമയം ചെലവഴിക്കണം. അവിടാണ് രൂപാന്തരം സംഭവിക്കുന്ന പ്രാർത്ഥന. മറ്റേത് രൂപാന്തരം ഒന്നും സംഭവിക്കില്ല. എത്ര ചിലരുണ്ട് 3 മണിക്കൂറൊക്കെ ഇരുന്ന് ചില ജോലി കിട്ടാൻ പ്രാർത്ഥന, അതുകൊണ്ട് രൂപാന്തരം ഒന്നും സംഭവിക്കില്ല, അല്ലേ? ഒന്നും സംഭവിക്കില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവമേ നീയായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ കൂട്ടായ്മയ്ക്ക് കടന്നു വന്നിരിക്കുകയാണ് ദൈവമായിട്ട്, അവിടെ രൂപാന്തരം സംഭവിക്കും. അതാണ് ചിലരൊക്കെ വാതോരാതെ പ്രസംഗിച്ചിട്ടും ജീവിതത്തിലൊരു മാറ്റവും ഇല്ല, അല്ലേ? അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ അറിയണം, അല്ലേ? കാരണം കർത്താവ് മത്തായി 6:8 പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവിനെല്ലാം അറിയാം. ആഹാ, അപ്പോൾ ഈ ലിസ്റ്റും കൊണ്ട് പോകുമ്പോഴേ കർത്താവിന് ലിസ്റ്റൊക്കെ ഓൾറെഡി അറിയാം. അങ്ങനെയുള്ള ദൈവത്തോട് പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ? നിങ്ങൾ പറയുന്ന എല്ലാം പറയുന്നതിന് മുമ്പേ തന്നെ കർത്താവിനറിയാം, പിന്നെ എന്തിനാ ഈ പറഞ്ഞു ഫലിപ്പിക്കാൻ 1.5 മണിക്കൂർ പ്രാർത്ഥന? നമ്മൾ കർത്താവ് എല്ലാം ഓർമ്മയുണ്ടല്ലോ, ശരി പോരെ, ആ പ്രാർത്ഥന പോരെ, അല്ലേ? അല്ലെങ്കിൽ വേറൊരു സഹോദരൻ എന്നോട് ഒരിക്കൽ ചോദിച്ച പോലെ, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് രാവിലെ തൊട്ട് പ്ലേ ചെയ്യുക, അല്ലേ? നിങ്ങൾ തന്നെയല്ലേ ആ പറയുന്നത്? ഇപ്പോൾ റെക്കോർഡിൽ കൂടെ കേൾക്കുന്നത് ഞാൻ തന്നെ, പറയുന്ന കാര്യം സത്യമല്ലേ? വിശ്വാസത്തോടല്ലേ അന്ന് വിളിച്ചപേക്ഷിച്ചത്? പിന്നെ അത് 30 ദിവസം വെച്ചങ്ങ് പ്ലേ ചെയ്താൽ പോലും എന്തിനാ എന്നും പോയി പ്രാർത്ഥിക്കണ്ടേ? മനുഷ്യൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ ഒരു പഠിപ്പീരാണ്, അല്ലേ? ലൂക്കോസ് 18. ഒരു പ്രാവശ്യം അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, റെക്കോർഡൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എന്നാണോ നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത്? അപ്പോൾ അവിടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിനപ്പുറത്ത് ബന്ധത്തിന് പ്രാധാന്യമുണ്ട്, സംസർഗത്തിന് പ്രാധാന്യമുണ്ട്, സൗഹൃദത്തിന് ഭാരം. അല്ലാതെ കർത്താവിനൊന്നും അറിഞ്ഞുകൂടെ എല്ലാം പറഞ്ഞു കൊടുക്കട്ടെ, ഇന്ന വിഷയത്തിൽ ഇങ്ങനെ ചെയ്യണം, ഇതാണ് എൻ്റെ ആഗ്രഹം അല്ല. ചിലർ വിചാരം അതാണ്, അതൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂന്നല്ലേ? എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് ലൂക്കോസ് 12:29 എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്, ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവ് ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം, പറയുന്നതിന് മുമ്പ് തന്നെ അറിയാം, അല്ലേ? ഇത് നമ്മൾ ശരിക്കും വിശ്വസിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ ദൈർഘ്യം കുറയോ? അല്ലേ? ആ ദൈർഘ്യം കുറഞ്ഞിട്ട് സംസർഗ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടണം, അല്ലേ? സൗഹൃദം, ആ അനുഭവത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന നീങ്ങണം. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ എൻ്റെ നിർവചനത്തിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്നതാണ്, കർത്താവുമായുള്ള വിശുദ്ധ സംസർഗത്തിനും അവൻ്റെ സഹായം തേടുന്നതിനും വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, പക്ഷെ എന്തുദ്ദേശത്തിൽ? സഹായം ചോദിക്കണം. ചില കാര്യങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്, ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ മുഖ്യമായിട്ടും അവനുമായുള്ള സംസർഗം, ഇതാണ് എന്ത്? പ്രാർത്ഥന, അല്ലേ? അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ ഉറ്റിരിക്കുന്ന ഒരു കൂട്ടരായിരുന്നു നമ്മുടെ ആദിമസഭ. അത് കഴിഞ്ഞ് ഞാനിവിടെ അധികം സമയം ചെലവഴിക്കുന്നില്ല. എങ്ങനെ പ്രാർത്ഥിക്കരുതെന്നുള്ളത് വലിയൊരു വിഷയമാണ്. അത് ബൈബിൾ സ്റ്റഡിയിലും അധികം സമയമൊന്നും എടുത്തില്ല. പൊതുവിശ്വാസികൾക്ക് അത്ര അതിൻ്റെ പ്രസക്തി മനസ്സിലാകത്തില്ല. പക്ഷേ വിശ്വാസികൾക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ പ്രാർത്ഥിക്കരുത്, അല്ലേ? 2 കാര്യം ഇവിടെ പറഞ്ഞുള്ളൂ, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ 2 കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നതാണ്, 2 കൂട്ടരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ആരാ 2 കൂട്ടർ? പരീശന്മാർ, മറ്റേ രണ്ടാമത്തെ ശാസ്ത്രിമാർ. അല്ലല്ലല്ല, അതൊക്കെ പരീശൻ. മറ്റേ ഗ്രൂപ്പിനെ അറിഞ്ഞൂടായോ? അപ്പം ജാതീയരെ പോലെ പ്രാർത്ഥിക്കരുത്, അല്ലേ? പരീശൻ കപടഭക്തിയാണ്, അവൻ നാട്യമാണ്, അവൻ സാഹിത്യമൊക്കെ വിളമ്പി പ്രാർത്ഥിക്കാൻ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു 10 ഹാലലുയ പറയാൻ തോന്നും, അല്ലേ? മറ്റേത് ചുമ ജൽപ്പനങ്ങളാണ്. അതിഭാഷണത്താൽ ദൈവം കേൾക്കുമെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നു. അവർക്ക് അറിഞ്ഞൂടെ അവരുടെ ഈ പ്രാർത്ഥിക്കുന്ന പിതാവിനെല്ലാം അറിയാവുന്നു, അല്ലേ? 1000 വരിയുള്ള മന്ത്രം ചൊല്ലി, കേട്ടിട്ടില്ലേ? അല്ലേ? 1000 വരികളുള്ള മന്ത്രം കാണാപടിച്ച് ചൊല്ലി, 1000 പ്രാവശ്യം ജപമാല മാതാവിൻ്റെ മുമ്പിൽ ചൊല്ലി. ഇതൊക്കെ എന്താണ് അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം? 1000 പ്രാവശ്യം ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, അല്ലേ? നിങ്ങൾക്കൊക്കെ വാട്സാപ്പിൽ കിട്ടാറുണ്ടോ അത്? ഇത് 10 പേർക്ക് അയച്ചു കൊടുത്താൽ, അല്ലേ, തിരിച്ചു ചോദിക്കണം, നിനക്ക് കിട്ടിയാ? നിനക്ക് 10 പേർക്ക് അയച്ചിട്ട് വല്ലതും കിട്ടിയാ? ഇതൊക്കെ എന്താണ്? ഈ ദൈവം ഒരു മണ്ടനാണ്. 1000 പ്രാവശ്യം 100 പ്രാവശ്യം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കസറത്ത് കാണിച്ചാൽ അയ്യോ എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുമെന്ന് ദൈവം, അല്ലേ? ദൈവം നമ്മളെ നോക്കിയിട്ട്
നീ ഭയങ്കരൻ തന്നെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയും ദൈവം, അല്ലേ? അങ്ങനെ ദൈവത്തെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുകയാണ് ഇവർ. ആര്? ജാതീയരുടെ പ്രാർത്ഥന അതാണ്. ഇതൊന്നും ആര് പാലിക്കാൻ പാടില്ല? ക്രിസ്ത്യാനികൾ പാലിക്കാൻ പാടില്ല. നമ്മളിതൊക്കെ പാലിക്കാതൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, പൊതുവെ ക്രിസ്തീയ സമൂഹം കപടഭക്തി കാണിക്കാതെയും ഈ ജാതീയരെ പോലെ അതിഭാഷണം കാണിക്കാതെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളും ഇതിനകത്തൊക്കെ വീണ് പോയി, അല്ലേ? ക്രിസ്തീയ സഭയ്ക്കകത്ത് കയറി ഇതെല്ലാം നമ്മൾ കാണും. കാണിക്കാൻ വേണ്ടി നീണ്ട പ്രാർത്ഥന, അതായിരുന്നു പരീശന്മാരുടെ ലക്ഷണം. കർത്താവ് പല സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. കാണിക്കാൻ വേണ്ടി നീണ്ട പ്രാർത്ഥന, അല്ലേ? ചിലരുണ്ട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, രാത്രി 12 മണിക്ക് എയർപോർട്ടിൽ പോകുന്നു, ചായ ഒന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ഇയാൾ തീരത്തില്ല, ഇയാൾ പ്ലെയിൻ പോയാലും തീരത്തില്ല ഈ പ്രാർത്ഥന. ചിലരുണ്ട്, ഈ ഔചിത്യബോധം ഇല്ലാത്തവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത്. അത് ഇങ്ങനെ പോവും. അയാൾ ബൈബിൾ നോളജ് അല്ല അന്ന് എനിക്ക് എത്ര പുസ്തകം അറിയാൻ നിന്ന് ഞാൻ 66 പുസ്തകവും ഞാൻ ഇന്ന് പ്രസംഗിച്ചിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുമെന്ന് പറയുന്നവരുണ്ട്, അല്ലേ? ചിലരെ വിളിച്ച് നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പറയും. അയ്യോ തീർന്നു, അത് തണുത്ത് ഈച്ച കയറും, അല്ലേ? ഔചിത്യബോധം. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്? ഇവർ ആളുകളെ അങ്ങനെ സാധാരണ ബോറടിപ്പിക്കാൻ ആഗ്രഹമുള്ളവരൊന്നുമല്ല. ഇവർക്ക് ഈ ബുദ്ധിയാണ്. അതിഭാഷണത്താൽ ദൈവം കേൾക്കും. അതിഭാഷണത്താൽ തൊട്ടപ്പുറത്തിരിക്കുന്ന മണ്ടൻ കൈയടിക്കുമായിരിക്കും, ദൈവം കേൾക്കത്തൊന്നുമില്ല, അല്ലേ? അതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് നമ്മൾ പഠിക്കണം. അത് വലിയൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ പരസ്യമായിട്ട് യോഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്, അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇത് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കൂടെ ആത്മീക വർധന ഉളവാകുന്ന രീതി വേണം പ്രാർത്ഥിക്കാൻ. അല്ലാതെ എനിക്ക് തോന്നുന്നതും എനിക്കിഷ്ടമുള്ളതും എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്ന എല്ലാ വാക്കുകളും, അല്ലേ, വാക്ചാതുര്യമൊക്കെ വിളമ്പി പ്രാർത്ഥിച്ച് ഒരു നേരമാവും, അല്ലേ? അത് പാടില്ല. പ്രത്യേകിച്ച് ഈ പ്രസംഗകരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കരുത്. അതാണ് ഒരു അധ്യക്ഷൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പ്രസംഗകരെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ അവർ പ്രസംഗിക്കും, അല്ലാതെ പ്രാർത്ഥിക്കത്തില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്നും പറഞ്ഞ് പ്രസംഗിക്കുകയാണ്. നിങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാവും, അല്ലേ? അപ്പോൾ അങ്ങനെ പോകരുത്. ഇനി അത് കഴിഞ്ഞ് എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലേ? നമുക്ക് മത്തായി 6 കടക്കാം. അവിടെയാണ് കർത്താവിൻ്റെ മാതൃകാ പ്രാർത്ഥന. അല്പനേരം അവിടെ ധ്യാനിക്കാം. മത്തായി 6:9 മുതൽ 13 വരെ എല്ലാവരും ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. അത് തന്നെ ക്രിസ്ത്യാനികൾ പലരും ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്ന അവർ 1000 വരികൾ പോലെ കർത്താവ് പറഞ്ഞ് 4-5 വരിയുള്ള പ്രാർത്ഥന ഇട്ട് ഇത് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും, അല്ലേ? ബാക്കി എല്ലാ പ്രാർത്ഥനയും കളഞ്ഞ് ചെയ്ത് ചിലരുണ്ടല്ലോ അങ്ങനത്തെ സമുദായ പള്ളികളിലൊക്കെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇതാ ആദ്യം പ്രാർത്ഥിക്കും, അല്ലേ? അതൊരു മന്ത്രം പോലെ, അല്ലേ? അതുകൊണ്ടൊന്നും ഒരു മാർക്കും കിട്ടുന്നതല്ല. നിങ്ങൾ ഇത് പ്രാർത്ഥിക്കണമെന്നല്ല, ഇവണ്ണം പ്രാർത്ഥിക്കണം. എന്താ അതിൻ്റെ വ്യത്യാസം? ഇത് പ്രാർത്ഥിക്കുകയും ഇവണ്ണം പ്രാർത്ഥിക്കുകയും. മലയാളം അതെ, ഇതൊരു മാതൃകാ പ്രാർത്ഥനയാണ്. ഈ മാതൃകയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ തരത്തിൽ പ്രാർത്ഥിക്കുക, അല്ലേ? അത് കഴിഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അവിടെ ഒന്നാമത് കർത്താവിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് തന്നെ ഒരു വലിയ വിഷയമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിൽ നിന്നെന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നതിൽ എന്താ ഇത്ര വലിയ പ്രസക്തി? എന്താ അതിൽ നമ്മൾ പഠിക്കേണ്ട പ്രാർത്ഥനയെക്കുറിച്ച്? 2 സത്യങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലേ? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് പറയാറുണ്ടോ? ഈ വാക്ക് പറയുന്നത് കൊണ്ട് മാത്രമായില്ല, എന്നാലും പറയാറുണ്ടോ? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാറുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 2 കാര്യങ്ങളുണ്ട് അവിടെ. ഒന്ന് സ്വർഗസ്ഥനായ, മറ്റേത് പിതാവേ. അതിൽ നിന്നെന്താണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട 2 സത്യങ്ങൾ? സ്വർഗസ്ഥനായ എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വർഗത്തിലിരിക്കുന്നതുകൊണ്ട് എന്തോ ഗുണം, പ്രസക്തി? സ്വർഗം ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ചിന്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതൊന്നും ഉത്തരം പറയാൻ പറ്റത്തില്ല. നല്ലൊരു സ്ഥലം, മരിച്ചു കഴിഞ്ഞ് പോകാൻ പറ്റിയ അടിപൊളി പാർക്ക്, അതല്ല സ്വർഗം, അല്ലേ? എന്താ സ്വർഗം സൂചിപ്പിക്കുന്നത്? എന്താ? അപ്പോൾ ശരിയാണ്, സിംഹാസന അധികാരം. അതാണ് നമ്മൾ ആരോടെ ഈ പ്രാർത്ഥിക്കുന്നത്? എല്ലാ നാമത്തിനും മേലായ നാമത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് കർത്താവ് പഠിപ്പിച്ചുകൊണ്ട് ഇതങ്ങ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുല പോലെ വായിക്കൂടെ പറയാനല്ല. ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോധ്യം ഉള്ളിൽ കടന്ന് വന്നിട്ട് വേണം, നേരത്തെ പറഞ്ഞതുപോലെ, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ. അപ്പം എനിക്ക് ഏറ്റവും വലിയ അധികാരിയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ അനുവാദമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ വിളിച്ചപേക്ഷിക്കുമോ?
നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളിലൊക്കെ ഏറ്റവും വലിയ അധികാരിയുടെ സഹായം വിളിച്ചപേക്ഷിക്കാൻ അതാ ഒരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. വിളിക്കൂ. അങ്ങനെ ബോധ്യം വന്നിട്ടാണോ നമ്മൾ വിളിക്കുന്നത്? അവിടാണ് ആ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ ആ അർത്ഥം വരുന്നത്, അല്ലേ? എല്ലാ വിഷയത്തിലും നിങ്ങളുടെ ഒന്നാമത്തെ റെസ്പോൺസ് എന്തുവാ? ഒരു പ്രശ്നം വന്നു, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികാസം സംഭവിച്ചു. എന്താണ് ഹൃദയത്തിൽ നിന്ന്, വാ കൊണ്ട് കാണാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരമല്ല, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒന്നാമത്തെ പ്രതികരണം എന്താണ്? സ്വർഗത്തിൽ ഏറ്റവും വലിയ അധികാരിയോട് ചോദിക്കാം, സഹായം അഭ്യർത്ഥിക്കാം, കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ധൈര്യമാണോ വരുന്നത്, ഉയർന്നു വരുന്നത് ഹൃദയത്തിൽ? അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അവരുടെ വായിൽ നിന്ന് തനിയെ വരിക, സ്വർഗസ്ഥനായ പിതാവേ, അല്ലേ? അപ്പോൾ ആ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്. അസാധ്യമായിട്ട് ഒന്നുമില്ലാത്ത ഏറ്റവും വലിയ അധികാരിയായ, ഏറ്റവും വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം, അല്ലേ? അപ്പോൾ വിശ്വാസം കടന്നു വരത്തില്ലേ, അല്ലേ? വിളിച്ചപേക്ഷിക്കൂലേ? അല്ല ചുമ്മാ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നവൻ, അല്ലേ? ഇനി അവൻ ദൈവമെന്നല്ല, എൻ്റെ പിതാവാണ്. അപ്പം അതെന്താ സൂചിപ്പിക്കുന്നത്? ബന്ധം. ഏത് തരത്തിലുള്ള ബന്ധം? അടുപ്പം, അല്ലേ? ഈ ഇസ്രായേൽ മക്കളും പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ അവർ പിതാവെന്നൊന്നും അങ്ങനെ അധികം വിളിക്കാറില്ല, അല്ലേ? 1-2 വാക്യങ്ങളുണ്ട് പഴയ നിയമത്തിൽ ദൈവത്തെ പിതാവെന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത്. അതും രാഷ്ട്രപിതാവ് എന്നൊക്കെ ഉള്ളൊരർത്ഥത്തിലാണ്. ഇസ്രായേൽ മൊത്തം രാജ്യത്തിൻ്റെ പിതാവാണ്, അതായത് എൻ്റെ പിതാവാണെന്നൊന്നും ഒരു യഹൂദനും പറയത്തില്ലായിരുന്നു. പേടിയായിരുന്നു ദൈവത്തെ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാനിലൊക്കെ വായിക്കുന്ന കർത്താവ് എൻ്റെ പിതാവ് എന്നൊക്കെ പറയും. നീ ആരാടാ, ദൈവമായിട്ട് ഒന്നോ? അങ്ങനെയൊന്നും വിളിക്കാനൊന്നും പറ്റത്തില്ല, അല്ലേ? ഇപ്പം നമ്മൾ പ്രധാനമന്ത്രിയെ കയറി എൻ്റെ മച്ചാനാണെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കുമോ? അത് സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞാലും പോലീസ് പറയും അത് ശരിയായില്ല, ബഹുമാന സൂചകമായ കാര്യമല്ല എന്ന് പറഞ്ഞാൽ കർത്താവ് വന്നിട്ട് എൻ്റെ പിതാവ്, നിൻ്റെ പിതാവ്, അല്ലേ? അപ്പം അത് പ്രാഗൽഭ്യം ഇല്ലായിരുന്നു അവർക്ക്. നമുക്ക് പ്രാഗൽഭ്യം ഉണ്ട്, അല്ലേ? രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് എന്താണ് നമ്മളെ കൊണ്ട് വിളിപ്പിക്കുന്നത്? അബ്ബാ പിതാവേ, അല്ലേ? അപ്പം എനിക്ക് ഏറ്റവും വലിയ അധികാരിയായ സിംഹാസനസ്ഥനായ ദൈവം എൻ്റെ പിതാവാണെന്ന്. ഇനി ഏതെങ്കിലും മനുഷ്യൻ്റെ സഹായം നമുക്ക് വേണോ? ആ വിശ്വാസം ഉള്ളവനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവ് പറയാതെ പറഞ്ഞു വെച്ചു, അല്ലേ? ആ വിശ്വാസം ഉള്ളവനൊക്കെ പ്രാർത്ഥിക്കും, അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ, ചില വിശ്വാസികൾക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഉറപ്പാണ്. എന്നാൽ ചിലർക്ക് ഉന്തി തള്ളി വിട്ടാലൊക്കെ പ്രാർത്ഥിക്കുമോ? എന്നാലും പ്രാർത്ഥനയൊന്നുമില്ല. ഈ പറഞ്ഞ പോലത്തെ പേരിനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ വിശ്വാസത്താൽ സ്വമേധ പ്രാർത്ഥിക്കാൻ വലിയൊരു ത്വരയുള്ള വിശ്വാസികളെല്ലാം നോക്കിയാൽ അറിയാം, അവർക്ക് ഈ ബോധ്യം ഉള്ളിലുണ്ട്, എൻ്റെ ദൈവം, എൻ്റെ പിതാവ്, എന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല, അല്ലേ? ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടോ എന്നാണ് ഈ ചോദ്യം. അങ്ങനെ ഒരു ബോധ്യം ഉണ്ടോ? അതോ ഏതോ ഒരു ഈ അപരിചിതൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ട്, സ്വർഗസ്ഥനായ അപരിചിത എന്നാണോ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അതോ സ്വന്തം പിതാവാണെന്നുള്ളൊരു ധൈര്യമുണ്ടോ, പ്രാഗൽഭ്യം, കോൺഫിഡൻസ് ഉണ്ടോ ദൈവസന്നിധി കടന്നു പോകാൻ, അല്ലേ? ആ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ഇത് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥന രക്ഷിക്കപ്പെട്ടവർക്കേ പറ്റത്തുള്ളൂ. കാരണം അല്ലാത്തവരൊക്കെ മതപരമായ പ്രാർത്ഥനയിലാണ്. ഈ പറഞ്ഞ പോലെ ദൈവത്തെ ഇമ്പ്രസ് ചെയ്യാൻ കിടന്ന് കസരത്ത് കാണിച്ചു, ജിംനാസ്റ്റിക്സാണ്. ദൈവമേ ഞാൻ തിരിഞ്ഞു മറിയും, അല്ലേ? ഇത്ര ദിവസം ഞാൻ നോമ്പെടുക്കും. ഇതെല്ലാം ദൈവത്തെ ഇമ്പ്രസ് ചെയ്യാനുള്ള ഒരു പങ്കപ്പാടാണ്, അല്ലേ? എന്നാൽ ദൈവ മക്കളാണെന്ന് ബോധ്യമുള്ളവർ വിശ്വാസത്താൽ അവനെൻ്റെ പിതാവാണെന്നുള്ള ആ ഉള്ളിൽ ബോധ്യം പരിശുദ്ധാത്മാവ് നൽകുന്നത് കൊണ്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ നല്ല ഉറപ്പ് കാണും, അല്ലേ? അപ്പോൾ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്, ആ അഭിസംബോധനയെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? രാജ്യം വരണം, ഹിതം സംഭവിക്കണം, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപജീവന മാർഗങ്ങളും ആഹാരം തൊട്ട് എല്ലാം തരണം, പാപം ക്ഷമിച്ചു തരണം, പ്രലോഭനങ്ങളും പരീക്ഷകളിൽ നിന്നും എല്ലാം വിടുവിക്കണം, അല്ലേ? ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥന തുടങ്ങുന്നത് എവിടെ?
അല്ല, അത് കഴിഞ്ഞിട്ട് അത് ദൈവത്തെ പേരുകൊണ്ട് വിളിച്ചു. ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ മുമ്പ് വേറൊരു വിഷയം കിടപ്പുണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. എന്താണ്? നിന്റെ ഇഷ്ടമൊന്നുമല്ല, നിന്റെ രാജ്യവുമല്ല. അതാണ് ഒന്നാമത്തെ പ്രാർത്ഥന, അല്ലേ? അത് വളരെ കാതലായ ഒന്നാണ്. കാരണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവന് പല വിഷയങ്ങളുണ്ടെങ്കിലും കർത്താവ് രാജ്യം വരണം, ആളുകൾ രക്ഷിക്കപ്പെടണം, അല്ലേ? നിന്റെ അനുസരണം ഈ ഭൂമിയിൽ സംഭവിക്കണം, ആത്മീയ കാര്യങ്ങളാണ്. കഴിക്കാൻ തരണം, ഉപജീവന മാർഗം തരണം, പാപം ക്ഷമിച്ചു തരണം, അല്ലേ? അത് ഒന്നാമത്തെ പ്രാർത്ഥനയല്ല, പാപം ക്ഷമിക്കണമെന്നുള്ളത്, അല്ലേ? പിന്നെ അയ്യോ പ്രലോഭനം സഹായിക്കണം, അല്ലേ? ഇതൊന്നുമല്ല ഒന്നാമത്തെ പ്രാർത്ഥന. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒന്നാമത്തെ പ്രാർത്ഥന അതൊന്നുമല്ല. ഏതാണ് ഒന്നാമത്തെ അപേക്ഷ? ഒന്നും തന്നില്ലേലും ഇതാദ്യം സംഭവിക്കണം. എന്താണ്? നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നാമം മഹത്വീകരിക്കപ്പെടുക. ഇതൊക്കെ നമ്മൾ ഈ ആരാധന സമയത്തൊക്കെ ചുമ്മാ വെച്ച് പറയും, ദൈവമേ മഹത്വം എടുക്കണേ. എന്താ ഈ മഹത്വം? എന്താ ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ? ഈ പ്രാർത്ഥനയൊക്കെ നിങ്ങൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചവരൊക്കെ കാണും ഇവിടെ, അല്ലേ? അല്ലെ ഞാൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചവരും കാണും. നിങ്ങൾ എന്നെക്കാളും പഠിച്ചവരാണല്ലോ പറഞ്ഞേ. എന്നിൽ. ഓക്കെ, അപ്പോൾ ആൻറ്റി അത് എവിടെ സംഭവിക്കണമെന്നേ പറഞ്ഞോളൂ. എന്തോ സംഭവിക്കണ്ടേ? എന്നിലാണേലും മറ്റിടത്താണേലും ലോകത്തെവിടെ ആണേലും എന്തോ സംഭവിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. നാമം ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കണം. അങ്ങനെ ആണോ? ആയതുകൊണ്ടാണല്ലോ ഈ പ്രാർത്ഥന പറച്ചത്. പക്ഷെ എന്തോ ചോദിക്കുന്നത്? എന്തോ വേണമെന്നായി അപ്പനോട് ചോദിക്കുന്നത് മോൻ. അത് എങ്ങനെ മഹത്വീകരിക്കണമെന്നേ ഉള്ളൂ. എന്തായി മഹത്വീകരിക്കപ്പെടുന്നത്? അത് ഉപാധി, അതിൻ്റെ മീൻസ്. ദൈവനാമം, അത് ഞാൻ പറഞ്ഞ കാര്യം തിരിച്ചു പറഞ്ഞു. എന്താണ് മഹത്വം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അത് എന്നിൽ സംഭവിക്കണമെന്ന് പറഞ്ഞു, ഒന്നാം സ്ഥാനമാകണമെന്ന് പറഞ്ഞു, പ്രവൃത്തികൾ. അതൊക്കെ ആ ചോദ്യത്തിൻ്റെ ചുറ്റുവട്ടം ഒക്കെ എത്തിയുള്ളൂ. എന്താണ് മഹത്വീകരണം? ദൈവമേ നിൻ്റെ നാമം മഹത്വം എടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? ഇതോ ദൈവത്തിന് ഉയർന്ന സ്ഥാനം നമ്മൾ കൊടുക്കണമെന്നോ എന്നാണോ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. വരണം. ഓക്കെ, എന്താ അതിൻ്റെ അർത്ഥം? ഏതാണ്ടൊക്കെ അതിൻ്റെ അറ്റത്തെത്തി. എന്താ അതിൻ്റെ അർത്ഥം? വളരെ സിമ്പിളായി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് വലിയ കാട് കയറി ദൈവശാസ്ത്രമൊന്നുമല്ല, അല്ലേ? നമ്മൾ ധ്യാനിക്കാത്തത് കൊണ്ടാണ് ഇത് ഉത്തരം പറയാത്തത്. എന്താ ഈ മഹത്വം? അതാദ്യം ചിന്തിക്കാം, അല്ലേ? ഈ ഇംഗ്ലീഷ് പറയാനല്ലേ ഞാൻ ചോദിച്ചത്. എന്താ ഗ്ലോറി? വാട്ട് ഈസ് ഗ്ലോറി? അപ്പോൾ നമ്മൾ ഈ ഗ്ലോറി ഹാലലുയ എന്നൊക്കെ നിങ്ങളൊക്കെ പലരും പ്രാർത്ഥനയിലും ആരാധനയിലൊക്കെ പറയുമായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തോ അർത്ഥമാക്കുന്നത്? അപ്പം ഇതിപ്പോൾ വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്, വളരെ കാതലായ ഒരു വിഷയമാണ്. മാതൃകാ പ്രാർത്ഥനയിലെ ഏറ്റവും ഉയർന്ന പ്രാർത്ഥന. ഈ വ്യക്തി വാതുറന്ന് ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ഉയരുന്ന പ്രാർത്ഥനയാണിത്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയെല്ലാം ഇത് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ആ പ്രാർത്ഥനയുടെ ഘടന തന്നെ. നിൻ്റെ രാജ്യം വരേണ്ടതും നിൻ്റെ ഹിതം ഈ ഭൂമി സംഭവിക്കേണ്ടതും, അല്ലേ? എനിക്ക് ആ ഭക്ഷണം തരുന്നതും എനിക്ക് പാപക്ഷമ തരുന്നതും എന്നെ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന എല്ലാം ഈ ഒന്നാമത് പറഞ്ഞ വിഷയം സംഭവിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്, ഉപാധി മാത്രമാണ്. നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ. പക്ഷെ എന്തോ ഈ നാമം മഹത്വപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധമാകണമെന്നല്ല ഈ പ്രാർത്ഥന. നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്നാണ്. ആ വിശുദ്ധിയെക്കുറിച്ചും അല്ല ഇവിടെ പറയുന്നത്. നമ്മൾ പാപത്തിൽ നിന്ന് വിട്ടുമാറുന്ന വിശുദ്ധിയല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ മഹത്വീകരിക്കുക എന്നുള്ളത്. അതാണ് അവിടുത്തെ അർത്ഥം. ഹാലോ ആയിട്ടെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ആ വിശുദ്ധിയല്ല. കാരണം ദൈവം പാപമൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് അങ്ങനെ കർത്താവേ നീ വിശുദ്ധനാവണം, അതുകൊള്ള നല്ല പ്രാർത്ഥനയല്ലേ അത്. ഞാൻ ശുദ്ധിയിലൊക്കെ ജീവിക്കും, നീ വിശുദ്ധനായിരിക്കും, അങ്ങനല്ല, അല്ലേ? അത് ശരി, അത് ഗ്ലോറി. അപ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നിൻ്റെ നാമം ആയിരിക്കണം, അതാണ് പ്രാർത്ഥിക്കുന്നത്. ആയിരിക്കട്ടെ, അതാണ് ആഗ്രഹം. ഏതാണ്ട് എത്തി, അല്ലേ? അതിനാണ് ഇതിൻ്റെ ഉത്തരം. എന്താണ്? മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായിട്ട് അതിൽ അടങ്ങിയിരിക്കുന്നത് നിൻ്റെ നാമം മഹത്വമുള്ളതാണെന്ന് എനിക്കറിയാം, അല്ലേ?
എനിക്ക് മഹത്വമുണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യമല്ലേ ഞാൻ ദൈവമേ അത് മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ലേ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം എനിക്ക് എൻ്റെ രക്ഷയിലൂടെ നിന്നെ രുചിച്ചറിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നീയാണ് ഏറ്റവും മഹത്വമുള്ളവൻ. മഹത്വം എന്ന് പറഞ്ഞാൽ വലിപ്പം, ഗ്ലോറി എന്ന് പറഞ്ഞാൽ വെയിറ്റ്. നമ്മൾ പറയില്ല അവന്താ വലിയ വെയിറ്റ് ഇട്ട് നടക്കുന്നത്. എബ്രായ ഭാഷയിൽ ഗ്ലോറി, കബോദിൻ്റെ അർത്ഥം വെയിറ്റ് തന്നെ. വെയിറ്റ് അതായത് ദൈവത്തിൻ്റെ ആ ഘനം, അതായത് അവൻ്റെ ആ മഹത്വം നിമിത്തം, അവൻ്റെ ആ വലിപ്പം നിമിത്തം, അവനാണ് ഏറ്റവും മഹാനായവൻ, അത് നിമിത്തമുള്ള ഘനം. അത് പക്ഷേ ഞാൻ രുചിച്ചറിഞ്ഞു, നിനക്കാണ് ഏറ്റവും മഹത്വമുള്ളത്. പക്ഷേ എനിക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, ഈ ലോകം മുഴുവൻ അത് നിറയണം. അതായത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരണം. അതാണ് മഹത്വപ്പെട്ടിരിക്കട്ടെ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞത്, അല്ലേ? അതിനുള്ള ഉപാധികൾ, മാർഗങ്ങളാണ് പിന്നെ പറയുന്നത്. കർത്താവിൻ്റെ രാജ്യം വരണം, രക്ഷിക്കപ്പെടണം, മറ്റുള്ളവർ രക്ഷിക്കപ്പെടണം, അല്ലേ? അനുസരണം വളരണം. പിന്നെ എനിക്കുള്ള ആഹാരം തന്നാലും, എന്നെ പാപത്തിൽ നിന്ന് ക്ഷമിച്ചാലും, എന്നെ പ്രലോഭനത്തിൽ രക്ഷിച്ചാലും, ഇതൊക്കെ എന്തിൽ കലാശിക്കണം? എന്ത് സംഭവിക്കണം ഇതിലൂടെ? നീ വലിയവനാണെന്ന് തെളിയിക്കപ്പെടണം. കാരണം ഇത് വളരെ ലളിതമായൊരു കാര്യമല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെ, നിങ്ങൾ ചിന്തിച്ചില്ലെന്നേ, അല്ലേ? ദൈവമേ നിൻ്റെ നാമം എത്ര വലുതാണെന്ന് കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് വരണം. അതൊരു മറഞ്ഞിരിക്കുന്നൊരു രഹസ്യമായിട്ടിരിക്കാൻ പാടില്ല, അതെല്ലാവരും അറിയണം. ഈ ഭൂമി മുഴുവൻ അതുകൊണ്ട് നിറയണം, അല്ലേ? കർത്താവിൻ്റെ മഹത്വം ഈ ഭൂമി മുഴുവൻ നിറയണം. അതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയത്തിലെ ഏറ്റവും ഉയർന്ന ആഗ്രഹം. കേട്ടോ? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആഗ്രഹം എന്താണ്? എൻ്റെ ദൈവം എത്ര മഹത്വമുള്ളവനാണെന്ന് ഈ ലോകം മുഴുവൻ അറിയണം. നമ്മുടെയൊക്കെ ഹൃദയം അങ്ങനെയാണോ? നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന നിലവിളി എന്തുവാ? പ്രാർത്ഥനയിൽ ഇങ്ങനെ എന്താ പറയുക, ഉച്ചസ്ഥായിയിൽ ധ്വനിക്കുന്ന നിലവിളി എന്തുവാ? ഇതായിരിക്കണം. അതായത് ഈ വ്യക്തി അതിൻ്റെ പുറകെയാണ്, ഈ മഹത്വത്തിൻ്റെ പുറകെ പോകുന്നവനാണ് ഈ വ്യക്തി, അല്ലേ? അതുകൊണ്ടാണ് ഇത് കർത്താവ് യേശുക്രിസ്തു തന്നെ ഇത് പഠിപ്പിച്ചത്. വേറെ ആരും ഇത് പഠിപ്പിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. കാരണം യേശുക്രിസ്തു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാതൃക. കർത്താവിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? എല്ലാ കാര്യത്തിലും എൻ്റെ പിതാവ് എത്ര വലിയവനാണെന്ന് ഈ ലോകം അറിയണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ഞാൻ ക്രൂശിലും പോകും, അല്ലേ? യോഹന്നാൻ 12 അങ്ങനെ തന്നെ ഒരു വാക്യമുണ്ട്, എനിക്ക് വല്ലാത്ത വ്യസനം, ക്രൂശിൽ പോയിട്ട് ദൈവക്രോധം സഹിക്കണം. പക്ഷേ ഞാൻ എന്തു പ്രാർത്ഥിക്കും? കർത്താവ് ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നോ? നമ്മളൊക്കെ അങ്ങനെയല്ലേ, കഷ്ടത വരുമ്പോൾ കർത്താവ് ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാരണം എന്താണ്? ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ ദൈവം അയച്ചത്, അല്ലേ? അപ്പോൾ പിതാവ് പറയും, എൻ്റെ നാമം ഞാൻ ഇനിയും മഹത്വീകരിക്കുമെന്ന് പറയും സ്വർഗത്തിൽ നിന്ന്, അല്ലേ? അപ്പോൾ കർത്താവ് പറയും, അത് മതി, അല്ലേ? നിൻ്റെ നാമം മഹത്വീകരിക്കുമെങ്കിൽ ഞാൻ ഏത് ക്രൂശിലും പോയി മരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ എന്തോ പറയുന്നത്? സാധാരണ ഭക്തന്മാർ. ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ് ഭക്തന്മാർ. മറ്റെല്ലാത്തിനേക്കാളും കർത്താവിനെ വിലമതിക്കുന്നവനാണ് ഭക്തൻ. അതല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആരാധന എന്ന് പറഞ്ഞ് കണ്ടത്? എന്താണ് ആരാധന? ദൈവത്തെ ഏറ്റവും ഉയർന്നതായിട്ട് വിലമതിക്കുന്നവനെ, സകലത്തിനും ഉപരിയായി വിലമതിക്കുന്നവൻ, അവനാണ് ഭക്തൻ. ഭക്തന്മാർക്ക് മാത്രമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റൂ. അല്ലാതെ ഇത് ജൽപ്പനമായിട്ട് കാണാ പിടിച്ച് എല്ലാവരും അങ്ങ് പറഞ്ഞോ, ജപമാല വെച്ച് പാടിക്കോ, ഇതൊക്കെ ബോധ്യം ഹൃദയത്തിലുണ്ടാവണം. അതായത് കാണാ പഠിച്ച് പറയാനുള്ള ക്രിസ്തീയ മന്ത്രമല്ല, അല്ലേ? ഇതിൻ്റെ പുറകിലുള്ള ആ ഹൃദയം നമ്മളിൽ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ കർത്താവ് പറയണം, ഇങ്ങനെ ഇവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതായിരിക്കണം മാതൃക. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ മാതൃക ഇതാണോ? ഏത് അച്ചിലിട്ട് വാർത്ത പ്രാർത്ഥനയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്? ജാതികരുടെ അച്ചുണ്ട്, പരീശന്മാരുടെ ഒരു അച്ചുണ്ട്, പിന്നെ പല കോമാളിത്തരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്, അല്ലേ? നമ്മുടെ പ്രാർത്ഥന ഏത് അച്ചിലിട്ടുണ്ടാക്കണം? ഈ അച്ചിൽ. പ്രാർത്ഥനയിൽ ഏറ്റവും ഉയർന്നു കേൾക്കേണ്ട ധ്വനി, നിലവിളി എന്താണ്? കർത്താവേ, ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിൻ്റെ നാമം ഉയർന്നിരിക്കണം, അല്ലേ? ഇന്ന് 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു വിഷയം പ്രാർത്ഥിച്ചുള്ളൂ. ഏതാ വിഷയം? പിതാവിൻ്റെ നാമം മഹത്വീകരിക്കും. അങ്ങനെ പറയുന്നവനായിരിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ഈ വർഷം ഏതാണ്ട് അവസാനിക്കാറായി. ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച വിഷയം ഏതാ? പ്രാർത്ഥിച്ചവർ, അതും കൂടെ പറഞ്ഞേക്കാം, അല്ലേ? പ്രാർത്ഥിച്ചവർ എന്ത് പ്രാർത്ഥിച്ചു ഈ വർഷം? ഒരു വിഷയത്തിൽ ഉപവസിച്ചൊക്കെ പ്രാർത്ഥിച്ച് ജിംനാസ്റ്റിക്സ് കാണിച്ചവർ, അല്ലേ? ഈ വിഷയം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
ഒരു വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. 3 ദിവസം ഉപവാസം. എന്താ വിഷയം? പിതാവിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടുന്നു. കേട്ടിട്ടുണ്ട്? എവിടെയെങ്കിലും ഏതെങ്കിലും സഭയെ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഉപവാസ പ്രാർത്ഥന 3 ദിവസത്തേക്ക്? നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമ്മളൊരു 5-6 ഐറ്റം വെച്ച് കർത്താവേ ഇതൊക്കെ ഒന്ന് നടത്തിയിട്ട് പിന്നെ വേണമെങ്കിൽ നീ അങ്ങ് മഹത്വം എടുത്തോ, അല്ലേ? ഞാൻ കുറച്ച് ഐഡിയ ഒക്കെ പറഞ്ഞുതരാം എങ്ങനെ മഹത്വം എടുക്കാമെന്നുള്ളത് കേട്ടോ. എൻ്റെ ഐഡിയ ഒക്കെ നിവർത്തിച്ച് നീ മഹത്വം എടുത്തോ, എനിക്ക് മഹത്വം ഒന്നും വേണ്ട, പക്ഷെ എൻ്റെ ഐഡിയ ഒക്കെ ചെയ്തു തരണം. ഇവിടെ അങ്ങനെയല്ല. കർത്താവ് തന്നെ ഒരു പ്രോഗ്രാമൊക്കെ വെച്ചിട്ടുണ്ട്, ഇതിലൂടെയാണ് ദൈവം മഹത്വം എടുക്കുന്നത്. നിങ്ങൾ പക്ഷേ എൻ്റെ മഹത്വം കാംക്ഷിച്ച് ഇത് പ്രാർത്ഥിക്കുക, അല്ലേ? ഇപ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഏതാ? ആരും പറയരുതേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം വിശകലനം ചെയ്ത് ചോദിക്കുക, ഇവണ്ണം പ്രാർത്ഥിപ്പിനകത്ത് കർത്താവിൻ്റെ കൽപ്പനയാണ്, അല്ലേ? നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ പലപ്പോഴും നമ്മൾ പിന്നീടിരുന്ന് ആലോചിക്കും, ഈ എന്തൊരു മ്ലേച്ഛ പ്രാർത്ഥന അതൊക്കെ, ജഡീക പ്രാർത്ഥന അതൊക്കെ. ഇതൊക്കെ പല പ്രാവശ്യം കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ടോ, ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ല, അതൊക്കെ ജാതീയരാണ് പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ പരീശന്മാർ പ്രാർത്ഥിക്കട്ടെ. ജാതീയർക്ക് അതൊന്നും അറിഞ്ഞൂടാ, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അവരങ്ങനത്തെ പ്രാർത്ഥന, തരം താഴ്ന്ന പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും. നമ്മുടെയൊക്കെ പ്രാർത്ഥന കേട്ട കർത്താവ് എന്താ പറയും? നിങ്ങൾ ആരാന്നറിയാതെ നിങ്ങളുടെ പ്രാർത്ഥന നമ്മൾ രഹസ്യമായിട്ടൊന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ പോയി കേട്ടാൽ എങ്ങനെ ഇരിക്കും? ഇതൊരു ഭക്തനാണ് പ്രാർത്ഥിക്കുന്നത്, ഇതൊരു പരീശനാണ് പ്രാർത്ഥിക്കുന്നത്, ഇതൊരു ജഡീകനാണ് പ്രാർത്ഥിക്കുന്നത്, ഒരു ജാതീയനാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ സോയിൽ ടെസ്റ്റിംഗ് പോലെ പ്രാർത്ഥന ടെസ്റ്റിംഗ്. എന്താ വരും റിപ്പോർട്ട്? നമ്മുടെയൊക്കെ പ്രാർത്ഥന റെക്കോർഡ് ചെയ്ത് ശബ്ദമൊക്കെ മാറ്റി, ഇപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, AI ഒക്കെ വെച്ച് ശബ്ദമൊക്കെ മാറ്റി നമ്മൾ കേൾക്കുകയാണ്. ഇത് ആരുടെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? ഏതോ മ്ലേച്ഛൻ, ഏതോ ജഡീകൻ, എന്തു ഭക്തൻ. പ്രാർത്ഥന കേട്ടാൽ വെളിപ്പെട്ട് വരും, അല്ലേ? ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം, എൻ്റെ പ്രാർത്ഥന കേട്ടാൽ എന്തോ പറയും സ്വർഗം? ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മാതൃകയിൽ പ്രാർത്ഥിക്കുന്ന തന്നെ എന്ന് പറയുമോ? ഇവിടെ ഈ പ്രാർത്ഥനയുടെ ഘടനയിൽ വേറൊരു കാര്യം കണ്ടോ? സ്വന്തം കാര്യങ്ങളൊക്കെ എപ്പോഴാണ് പ്രാർത്ഥിച്ചാൽ അവസാനമാണ്, അല്ലേ? ഭക്ഷണം, പാപക്ഷമ, പരീക്ഷയിൽ നിന്നുള്ള വിടുതൽ, ഇതൊക്കെ അവസാനം. ആദ്യം മഹത്വം, ദൈവരാജ്യം. നമ്മളെങ്ങനെ ഇതെല്ലാം തിരിച്ചാ? ആദ്യം ഞാൻ, പിന്നെ മഹത്വം. ഉത്തർപ്രദേശും ഒറീസയിലൊക്കെ വല്ല മഹത്വമൊക്കെ ഇറങ്ങട്ടെ, ദൈവരാജ്യമൊക്കെ അവിടെ വരട്ടെ, അല്ലേ? നമ്മൾ ആദ്യം നമ്മളെ കാര്യം. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കാര്യം ആദ്യം. എൻ്റെ ഭക്ഷണം, എൻ്റെ പാപക്ഷമ, അയ്യോ അത് ആത്മീയമായ കാര്യമില്ലേ പാപക്ഷമ ചോദിക്കുന്നത്? പാപക്ഷമ പോലും 2ാമത് 3ാമത് അവസാനമൊക്കെ ഉള്ളൂ. 1ാമത് ദൈവനാമ മഹത്വം. അതെന്താ സൂചിപ്പിക്കുന്നതെന്നറിയാമോ? വലിയ കാതലായൊരു വിഷയമാണ്. എന്താണ്? സ്വന്തം കാര്യലബ്ധി അല്ല പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഇത് വളരെ ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ഗോളം അവരൊന്നും ഇതിൻ്റെ 7 അയലത്തില്ല ഈ വിഷയത്തിൻ്റെ. സ്വന്തം കാര്യലബ്ധിയാണ് പ്രാർത്ഥന, അല്ലേ? ഇപ്പോൾ നമ്മളൊരു റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ബാനർ വെച്ചിരിക്കുന്നു 3 ദിവസം ഉപവാസ പ്രാർത്ഥന. അവിടെ പോയാൽ എന്തോ ആയിരിക്കും? ഒരു ശരാശരി നമ്മുടെ കേരള സഭയിൽ പോയാൽ അവിടെ എന്തോ ആയിരിക്കും? നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടും, അല്ലേ? ഒരു ചന്ത പോലെയാണ്. ബാ ഓറഞ്ച് വേണ്ടവർ അങ്ങോട്ട് പോവുക, ആപ്പിൾ വേണ്ടവർ ഇങ്ങോട്ട് പോവുക എന്നൊക്കെ നമ്മുടെ ഗ്രോസറി സ്റ്റോറിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിടുതലോട് അങ്ങോട്ട് പോവുക, ഭൂതം വേണ്ട ഇങ്ങോട്ട് പോവുക, സൗഖ്യം വേണ്ടവർ അങ്ങോട്ട് പോവുക, ജോലി വേണ്ടവർ ഇങ്ങോട്ട് പോവുക. ഇന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വളരെ ലൗകികമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? സിനിമയ്ക്ക് പോകേണ്ടവരും വരിക, അല്ലേ? സിനിമ സംവിധായകനാകേണ്ടവർ സിനിമ നടനാകാൻ അതൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. കാനഡയിൽ പോകാൻ വിസ അങ്ങോട്ട്, അല്ലേ? ഇങ്ങനെ എല്ലാം സ്വന്തകാര്യ ലബ്ധിയാണ്. പ്രാർത്ഥിച്ചു നേടി ഭയങ്കരം തന്നെ, അല്ലേ? നമ്മൾ തന്നെ പറയാറില്ലേ, ഇപ്പം ഒരാൾ പ്രാർത്ഥിച്ച് 3 കോടി രൂപ ഉണ്ടാക്കി, ഭയങ്കരം തന്നെ, അല്ലേ? അതാണ് നമുക്ക് വലുത്. കർത്താവ് പറയണം അതൊക്കെ പിന്നെ നിനക്ക് ആവശ്യമൊന്നും നീ ചോദിക്കേണ്ടെന്നല്ല, അതൊക്കെ പിന്നെ. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അതാണോ തീക്ഷ്ണമായ ആഗ്രഹം? അതോ സ്വന്തം കാര്യലബ്ധി? എൻ്റെ കാര്യം സംഭവിക്കണം, ദൈവത്തെ വിളിച്ചതോ എനിക്ക് കിട്ടി, അല്ലേ? ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം തന്നെ. ഇതാണ് പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയില്ല, എനിക്കൊന്നും വേണ്ട കർത്താവ്, നിൻ്റെ നാമം മഹത്വപ്പെടണം, അത് കഴിഞ്ഞു മതി എൻ്റെ കാര്യം. പഴയ നിയമത്തിൽ പലപ്പോഴും യുദ്ധം വരുന്നു, ശത്രുക്കൾ വരുന്നു, എല്ലാം ഈ ലോകത്തിലാണ്, ലൗകികമായ കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ പുതിയ നിയമ ഭക്തിക്കൊത്തവണ്ണമുള്ള പ്രാർത്ഥനകളൊന്നും നമ്മളിപ്പോൾ കേൾക്കാറില്ല. അപ്പോൾ കണ്ടോ, സ്വന്തകാര്യ ലബ്ധിയിലല്ല നമ്മുടെ നോട്ടം. അത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, അല്ലേ? അപ്പോൾ നമുക്കിനി മുന്നോട്ട് നീങ്ങാം. അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് ഇന്ന് സമയമില്ല, ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. എങ്കിലും 1-2 കാര്യങ്ങൾ പറയാം, ഞാൻ ഓടിച്ചങ്ങ് പറയുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ ആദിമസഭ നോക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളുടെയും പ്രാഥമിക പ്രതികരണം
പ്രാർത്ഥനയാണ്. നിരവധി വാക്യങ്ങളെടുത്ത് നമുക്കത് പഠിക്കാം, അല്ലേ? ഒരുപാട് വിഷയങ്ങളിൽ അത് പീഡ കടന്നു വരുമ്പോൾ അവരുടെ ഒന്നാമത്തെ പ്രതികരണം പ്രാർത്ഥന, അല്ലേ? പത്രോസിനോട് യോഹന്നാനോട് പറഞ്ഞു പ്രസംഗിക്കരുത്, പോയി പ്രാർത്ഥന, അല്ലേ? അങ്ങനെ പ്രാർത്ഥനയാണ് അവരുടെ എപ്പോഴുമുള്ള മറുപടി. പത്രോസിനെ തടവിലിട്ടപ്പോൾ കോടതിയിൽ പോയി, ഉടനെ പോയി ഒരു അഡ്വക്കേറ്റിനെ കണ്ടുപിടിച്ചെടുത്തു, ക്രിസ്തീയ അഡ്വക്കേറ്റ് എന്നാണ് അവിടെ പറഞ്ഞത്. അല്ല, ഒരു പ്രാർത്ഥന ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, അല്ല വേറെ ഒന്നും ചെയ്തില്ല. MLA കാണാൻ പോയില്ല, MP കാണാൻ പോയില്ല, ഒന്നും ചെയ്തില്ല, അല്ലേ? പിന്നെ പ്രത്യേക പ്രതിസന്ധികൾ, അതായത് പ്രത്യേക വഴിത്തിരിവുകളിൽ പുതിയ ശുശ്രൂഷകന്മാരെ നിയമിക്കേണ്ടി വരുമ്പോൾ, അല്ലേ, എപ്പോഴും പ്രാർത്ഥനയാണ് അവിടെ. അങ്ങനെ എന്തു വിഷയത്തിലും പ്രതികരണം ഒറ്റ വാക്കി പറയും, പ്രാർത്ഥന. നമ്മൾ അങ്ങനെയാണോ? നമ്മുടെയൊക്കെ പഴയകാലത്തെ വിശ്വാസി അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഇങ്ങനെയായിരുന്നു. എന്ത് വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടിട്ടില്ല ചിലരെ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, ചില അമ്മച്ചിമാരൊക്കെ എന്ത് വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. അത് അവരൊക്കെ കാണാൻ പിടിച്ച് വെച്ചിരിക്കുന്ന എന്തോ നാട്യമൊന്നുമല്ല, അവരുടെ ജീവിതത്തിൽ അവരങ്ങനെയാണ് ജീവിച്ചത് ഇന്നുവരെ. എല്ലാം തരണം ചെയ്തത് പ്രാർത്ഥനയല്ല. അങ്ങനെയുള്ളവരാണ് നമ്മളെന്ത് പറയുന്നത്, പ്രാർത്ഥനാ മനുഷ്യർ, അല്ലേ? അവർ പ്രാർത്ഥന കൊണ്ട് ഓടുകയാണ്. അവർ ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഏക കാരണം പ്രാർത്ഥന. നമ്മൾ അങ്ങനെയാണോ? അത് നമ്മൾ എല്ലാം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യും. അതായത് പത്രോസിനെ ജയിലിലിട്ടു, പിന്നെ വക്കീലിനെയും കണ്ട് പോലീസിനെയും കണ്ട് കൈക്കൂലിയും കൊടുത്തിട്ട് പിന്നെ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തു. അതല്ല ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. പ്രാർത്ഥന മാത്രം. അത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്ക് ആ വിശ്വാസം ഇല്ല. അങ്ങനെ പ്രാർത്ഥന മാത്രം. നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തേച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അതിനെ അനുഗ്രഹിക്കും. അതിനല്ലേ പറയുന്നത്? എന്നാൽ ആദിമസഭ അപ്പോസ്തല പ്രവർത്തികളെടുത്ത് പ്രാർത്ഥന വരുന്ന എല്ലാ ഭാഗങ്ങളും പഠിച്ചാൽ മതി. ഒരു പ്രാർത്ഥന മാത്രമേ ചെയ്തു, വേറൊന്നും ചെയ്യാൻ പോയില്ല. അവർ ശുപാർശയ്ക്കും ഒന്നും പോയിട്ടില്ല. അവർ വിലക്കിയപ്പം പോയി പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുക്കി പരിശുദ്ധാത്മാവിനെ നിറച്ചു, പിന്നെ ഇറങ്ങിപ്പോയി പ്രസംഗിച്ചു. അല്ലാതെ അതിനിടെ വേറെ എന്തോ ചെയ്യാൻ പറ്റുമോ, ഇവർക്ക് കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ, ഒന്നുമില്ല. എന്നാൽ പിന്നെ അവിടെ മിഷൻ ഫീൽഡ് റെഡി ആയില്ലെന്ന് തോന്നുന്നു, വേറെ മിഷൻ ഫീൽഡിൽ പോകാം, അതും ചെയ്യുന്നില്ലല്ലോ, അല്ലേ? അവർ പ്രാർത്ഥന മാത്രം ചെയ്തു. അതുകൊണ്ടാണ് ആ സഭ കത്തി ജ്വലിച്ച ഒരു സഭയായിരുന്നു. ഇന്ന് നമ്മുടെ സഭ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം പ്രാർത്ഥനയില്ലായ്മയാണ്, അല്ലേ? അപ്പോൾ എല്ലാ പ്രതിസന്ധിയിലും ഒന്നാമത്തെ പ്രതികരണം പ്രാർത്ഥന തന്നെയാണ്, അല്ലേ? പിന്നീട് അവർ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും അടിസ്ഥാന ശുശ്രൂഷ എപ്പോഴും പ്രാർത്ഥനയാണ്. അപ്പോസ്തലന്മാർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മേശയിലൊന്നും ശുശ്രൂഷിക്കാനൊന്നും സമയമില്ല, നമ്മൾ പ്രാർത്ഥനയും ദൈവവചനവും, അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 13 അന്ത്യോക്യ സഭയിലെ മൂപ്പന്മാർ എന്ത് ചെയ്യുമായിരുന്നു? ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ കുശാലായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങനെയാണോ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? ആ മൂപ്പന്മാരും ഈ പൂർണ്ണസമയ ശുശ്രൂഷയിലുള്ളവരുടെയും ജോലി അതായിരിക്കണം. മീറ്റിംഗ് ഒന്നും ഇല്ലാത്തപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക, അല്ലേ? പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ പല വിഷയങ്ങളിൽ അവരെ ദൈവം നയിക്കുന്ന ഈ ഗൈഡൻസ് ലഭിക്കുന്നത് പ്രാർത്ഥന. പലരും വന്ന് ചോദിക്കാറില്ല, ഈ വിഷയത്തിൽ എന്തോ ദൈവഹിതം ഒന്ന് പ്രാർത്ഥിച്ച് പറയണേ. അതൊന്നും പറ്റൂല, ഇതെന്തോ വെളിച്ചപ്പാടോ പ്രാർത്ഥിച്ച് പറഞ്ഞു തരാൻ? നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം, അല്ലേ? പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വഴിത്തിരിവ് വരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13 അവർ പ്രാർത്ഥിച്ചപ്പോഴാണ് ശൗലിനെ ബർന്നബാസിനെ ഇറക്കി വിട്, അല്ലേ? പത്രോസ് മാളിക മേളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് നീ പോകണം കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ. കൊർന്നേലിയസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൂതൻ പറഞ്ഞത് നീ പത്രോസിനെ വിളിക്കണം, അല്ലേ? പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ പോയപ്പോഴായിരുന്നു അത്ഭുതം സംഭവിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 4, അല്ലേ? ലുദിയെ കണ്ടുമുട്ടിയത് പ്രാർത്ഥിക്കാൻ പോയപ്പോഴായിരുന്നു, അല്ലേ? ഈ ഫിലിപ്പിയ ജയിലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഭൂമി കുലുങ്ങി ഈ വ്യക്തി വന്നപ്പോൾ ഉടനെ സുവിശേഷം പറയാനും എല്ലാം പറ്റിയത്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 16 തന്നെ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴായിരുന്നു അവിടെ വെളിച്ചപ്പാടത്തിൽ തുള്ളിക്കൊണ്ടിരുന്ന ആ സ്ത്രീ, ഭൂതഗ്രസ്തയായ ആ പെൺകുട്ടി. എല്ലാം പ്രാർത്ഥനയാണ് ഈ നിമിത്തം. പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഇത് സംഭവിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് സംഭവിച്ചു. നിമിത്തങ്ങളെല്ലാം പ്രാർത്ഥനയിൽ നിന്നാണ് ജന്മം കൊള്ളുന്നത്. അപ്പോൾ വഴിത്തിരിവുകൾ, ഗൈഡൻസ് ഇതൊക്കെ എവിടെ കിട്ടും? പ്രവാചകൻ വന്ന് തലയിൽ കൈവച്ച് പറഞ്ഞു തരും. അതാണ് ഇന്നത്തെ ഷോർട്ട് കട്ട് പരിപാടി. അതുകൊണ്ട് തന്നെ ലോകോത്തര ഫ്രോഡ് പ്രവാചകന്മാരെ എല്ലാം ദൈവം ഇങ്ങനെ അഴിച്ചങ്ങ് വിട്ടിട്ടുണ്ട് കേരളത്തിൽ, അല്ലേ? പ്രാർത്ഥിച്ച് ദൈവഹിതം കണ്ടുപിടിക്കുന്നവരില്ല, അത് കണ്ടുപിടിക്കാൻ അറിഞ്ഞും കൂടാ. അയ്യോ ദൈവമോ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്, അല്ലേ? ഞാൻ ചിലപ്പോൾ വിചാരിച്ചുകൊണ്ട് സഭയിലൊക്കെ ഒരു ഹോംവർക്ക് കൊടുക്കണം, ബ്രദറെ ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ച് ദൈവഹിതം കണ്ടുപിടിച്ചുകൊണ്ട് വരണം, അല്ലേ? അങ്ങനെ ഹോംവർക്ക് കൊടുക്കണമെന്ന് എനിക്ക് പലപ്പോഴും, ബ്രദറെ ഈ വിഷയത്തെ പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വരണേന്ന്. അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ സംസർഗ പ്രാർത്ഥന എത്ര ഉണ്ടെന്ന്. നേരത്തെ പറഞ്ഞ ചന്തയിൽ പോകുന്ന ലിസ്റ്റ് പ്രാർത്ഥന എല്ലാവർക്കും പറ്റും. സംസർഗ പ്രാർത്ഥനയിലാണ് എന്ത് പറ്റുന്നത്? ദൈവഹിതം, അല്ലേ? പണ്ടൊരിക്കൽ എന്നോട് ഒരു ആൻറ്റി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം
ആൻറ്റി പറഞ്ഞു, ബ്രദറെ, നമ്മുടെ പരിചയത്തിലുള്ള ഒരു ബ്രദറിനോട് ദൈവം പറഞ്ഞു ഈത്തിയോപ്യയിൽ മിഷണറി ആയിട്ട് പോകണം. അപ്പോൾ ഈ ആൻറ്റി ജനിച്ച് വളർന്നത് ഈത്തിയോപ്യയിലാണ്. അപ്പോൾ ആ പുള്ളിക്കാരി ചോദിച്ചു, എങ്ങനെ ഈ ദൈവം ഈത്തിയോപ്യ എന്നൊക്കെ പറഞ്ഞാണ്? മറ്റേ ഈത്തിയോപ്യൻ മറ്റേ യൂണക്കിൻ്റെ കാര്യം വല്ലതും വായിച്ചപ്പോഴാണോ? അല്ലേ, അറിയാമല്ലോ, ഈത്തിയോപ്യയിൽ നിന്ന് വന്ന ആ ഷണ്ണൻ്റെ കാര്യം വല്ലതും വായിച്ചപ്പോഴായിരിക്കും. അങ്ങനെയൊന്നുമല്ല. ദൈവമായിട്ട് സമയം സ്പെൻഡ് ചെയ്താൽ ദൈവം പറയും ഏത് സ്ഥലത്തൊക്കെ പോകണമെന്നൊക്കെ, അല്ലേ? എല്ലാ മിഷണറിമാരോടും ചോദിച്ചാൽ അറിയാം, വ്യക്തമായിട്ട് അവർക്ക് ദൈവവിളി കിട്ടി. അപ്പോൾ ഈ വഴിത്തിരിവൊക്കെ എങ്ങനെ കിട്ടും? ഈ ഗൈഡൻസ് സ്പെസിഫിക് ആയിട്ടുള്ള, അല്ലേ, വളരെ ഒരു വിഷയത്തിൽ ദൈവഹിതം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പക്ഷെ ഏത് പ്രാർത്ഥന? ദൈവമായിട്ടുള്ള ഈ സംസർഗ പ്രാർത്ഥന. അപ്പോഴാണ് ഈ ദൈവം ഓരോ GPS പോലെ ഇടത്തോട്ട് തിരി വലത്തോട്ട് തിരി എന്ന് പറയുന്നത്. അത് ലഭിക്കാതെ നടക്കുന്ന പലരുമാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങ് ഉന്തും തള്ളിയൊക്കെ നടക്കുകയാണ്, അല്ലേ? അല്ലാതെ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് അവരെ ദൈവം നയിക്കുന്നത്. ഒരുപാട് വാക്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല. പക്ഷേ എല്ലാ വഴിത്തിരിവുകളും ഈ അപ്പോസ്തല പ്രവർത്തികൾ പുസ്തകം മുന്നോട്ട് നീങ്ങുന്നത് എപ്പോഴും ഇതിലാണ്. ഈ വഴിത്തിരിവുകളെല്ലാം വരുന്നത്. ജാതികളുടെ അടുക്ക് സുവിശേഷം കടന്നുപോയത്, അല്ലേ? പിന്നീട് ഈ പൗലോസിൻ്റെ സുവിശേഷീകരണ യാത്രകൾ, സഭകൾ സ്ഥാപിച്ചതെല്ലാം ഈ പ്രാർത്ഥനയാണ്. ഇവിടെ എല്ലാം അപ്പോസ്തല പ്രവർത്തികൾ. അല്ലാതെ അവർ കൂട്ടം കൂടിയിരുന്ന മിഷൻ കോൺഫറൻസ് ഒന്നും കൂടിയിട്ടൊന്നുമല്ല. നമുക്ക് സ്ട്രാറ്റജിക്കായിട്ട് ചിന്തിക്കും, ഇന്ന് അതൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയില്ല, അതുകൊണ്ട് ഒരുപാട് സ്ട്രാറ്റജിയൊക്കെ ഉണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കാറില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോട്ടെ. അവസാനമായിട്ട് 1-2 വാക്യങ്ങൾ ഞാനങ്ങ് വായിക്കുകയാണ്. ഞാനൊന്നും പറയുന്നില്ല. പ്രാർത്ഥനയെക്കുറിച്ച് പുതിയ നിയമ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക, എന്നിട്ട് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. റോമർ 12:13 പ്രാർത്ഥനയിൽ ഉറ്റിരുപ്പിൻ. ആ ഉറ്റിരുപ്പിൻ എന്നുള്ള വാക്കാണ് നമ്മുടെ ഈ കുറിവാക്യത്തിലും. അവർ പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ പോന്നു തന്നെയാണ് ഈ ഉറ്റിരിക്കുക. കൊലോഷ്യർ 4:2 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. ഉണർന്നിരിക്കണം, സ്തോത്രത്തോടുകൂടെ ഉണർന്നിരിക്കണം. 1 തെസ്സലോനിയർ 5:17 ഇടവിടാതെ പ്രാർത്ഥിക്കും, അല്ലേ? അപ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, സ്തോത്രത്തോടെ ജാഗരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന ആവർത്തിക്കപ്പെടണം, അല്ലേ? എഫീഷ്യർ 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അല്ലേ, അവിടെ ഒരുപാട് സകലയും പൂർണ്ണയുമുണ്ട്, അല്ലേ? സകല പ്രാർത്ഥനകളും എല്ലാ നേരത്തും സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം, അല്ലേ? ഒരു പൂർണ്ണത അവിടെ നമുക്ക് കാണാൻ കഴിയും. ഫിലിപ്പിയർ 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടൂ. എന്നാൽ ഇതൊരിക്കലും നമ്മൾ പറയാറില്ല, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫിലിപ്പിയർ 4:7 സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അവിടെ അതിന് മുമ്പുണ്ട് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിൽ കാക്കും. എന്തോ എന്നാൽ? മുമ്പ് പറഞ്ഞ കാര്യം ചെയ്യുകയാണെങ്കിൽ, എന്താ മുമ്പ് പറഞ്ഞത്? നിങ്ങൾ ഒരു കാര്യത്തിലും വിചാരപ്പെടാതെ ആകുലചിത്തരാകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഈ ആകുലതകളിൽ നിന്നെല്ലാം കാത്തു സൂക്ഷിക്കും. ഈ ആങ്സൈറ്റി എന്താ അത് സൂചിപ്പിക്കുന്നത്? പ്രാർത്ഥനയൊന്നുമില്ല. പ്രാർത്ഥന വട്ടപൂജ്യമാണെങ്കിൽ ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും, ജീവിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഈ സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവസമാധാനമുണ്ട്. നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടിയാണല്ലോ ആകുലതൊക്കെ വരുത്തി വെക്കുന്നത്, ഓവർ തിങ്കിങ്. അതിനെ കവിയുന്ന ഒരു ദൈവിക സമാധാനം ദൈവം ആർക്ക് കൊടുക്കും? പ്രാർത്ഥിക്കുന്നവന് കൊടുക്കും. പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും, അല്ലേ? 1 പത്രോസ് 4:7 പറഞ്ഞിരിക്കുകയാണ്, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. നമ്മുടെ മനസ്സ് ഒരു തരത്തിലുമുള്ള ലഹരികൾക്ക് കീഴ്പ്പെടാൻ പാടില്ല. ലഹരി എന്ന് പറയുമ്പോൾ ഈ മയക്കുമരുന്നും അല്ലെങ്കിൽ മദ്യവും ലൈംഗികതയും മാത്രമൊന്നുമല്ല. ലഹരി എന്ന് പറയുമ്പോൾ ഭക്ഷണം, ഉറക്കം, ഇതൊക്കെ വരും. എൻ്റെ മനസ്സിനെ വേറൊന്നും നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ പാടില്ല. നല്ലപോലെ ആഹാരം കഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ശ്രമിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം പറ്റത്തില്ല. അയ്യോ, ഉറങ്ങാൻ തോന്നുന്നു, അല്ലേ? അതുകൊണ്ടാണ് ഉപവസിച്ചിട്ടൊക്കെ പലരും പ്രാർത്ഥിക്കുന്നത്. കാരണം ഭക്ഷണം ക്രമീകരിക്കാതെ നല്ലൊരു പ്രാർത്ഥന ജീവിതം പറ്റത്തില്ല. ഉറക്കം കൂടിപ്പോയാലും അല്ലെങ്കിൽ ഭക്ഷണം കൂടിപ്പോയാലും ലൈംഗികത കൂടിപ്പോയാലും ഒക്കെ പ്രശ്നമാണ്. പ്രാർത്ഥനയിൽ നമുക്ക്
ഉറ്റിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സുബോധമുള്ളവരും നിർമ്മതരായും ഇരിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നല്ല തെളിവുള്ളൊരു മനസ്സായിരിക്കും. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നല്ല തെളിവുള്ള, അതായത് ആ വെളിപ്പാടിന് വെളിച്ചത്തിൽ ജീവിക്കുന്നവർ, അല്ലാതെ ഈ ലോകത്തിൻ്റെ മായാവലയത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോയവർക്കൊന്നും ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സുബോധമുള്ളവരാണോ നമ്മൾ? ഇന്നെന്താ അത് ചെയ്യാത്ത, ഇന്നെന്താ അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ സുബോധം കാത്തു സൂക്ഷിക്കണം. അതെ, ഈ വാക്യം കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി സുബോധമുള്ളവരായിരിക്കണം. പിന്നെ അവസാനം പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഒരു വാക്യമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കണമെങ്കിൽ 1 പത്രോസ് 3:7 പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കണം. അതേതാ ഈ വിവേക്? എന്താ വിവേകം എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലാക്കി ജീവിക്കണം. അവർ ബലഹീന പാത്രമെന്നും അവർ ജീവിതത്തിൻ്റെ കൂട്ടുപങ്കാളികളും കൂട്ടവകാശികളെന്നും മനസ്സിലാക്കണം. അവർ ബലഹീന പാത്രം എന്ന് പറഞ്ഞാൽ കുറഞ്ഞവരെന്നല്ല. നമ്മൾ ചില ഈ പൊട്ടുന്ന പാത്രത്തിൻ്റെയൊക്കെ കവറിൽ കാർഡ്ബോർഡിൽ എന്താ എഴുതിയേക്കുന്നത്? ഹാൻഡിൽ വിത്ത് കെയർ. ഫ്രജൈലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനെ അവരെ പൊട്ടിച്ച് കളയരുത്, അവരെ കരുതണം. എന്ന് പറഞ്ഞാൽ ബലഹീനം എന്ന് പറയരുത്, അവർ ജീവിതത്തിൻ്റെ കൂട്ടവകാശികളാണ്. അപ്പോൾ അവർക്ക് ബഹുമാനവും കൊടുക്കണം. അതായത് നീ കുറഞ്ഞാണ്, നീ ബലഹീനമാണെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നീയൊക്കെ ബലഹീനമാണെന്ന്. അല്ലല്ല, നീ കൂട്ടവകാശിയാണ്. അപ്പോൾ ഒരേ സ്ഥാനം തന്നെ, പക്ഷേ ഹാൻഡിൽ വിത്ത് കെയർ. അപ്പോൾ ഭാര്യ അങ്ങനെ തോന്നിയ പോലെയൊക്കെ പറയും, വായി തോന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ട് കർത്താവിൻ്റെ അടുത്ത് പോയിട്ട്, കർത്താവ് നിൻ്റെ കാന്തയായി എന്നെ നീ പരിപാലിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, നിൻ്റെ കാന്തയെ നീ എങ്ങനെയാണ് നോക്കുന്നത്? അവൾ കോന്തി, അന്ന് നീയും കോന്തൻ, കാന്തയൊക്കെ പോയി. അല്ലേ? അപ്പോൾ ഭർത്താക്കന്മാരെ, ഇത് ഞാൻ പറഞ്ഞതല്ല, പത്രോസ് പറഞ്ഞതാണ്, നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എങ്ങനെയാണ് നോക്കുന്നത്? അല്ലേ? അത് ഭയങ്കര ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഞാൻ പാസ്റ്റർമാരെ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. വീട്ടിൽ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചില പാസ്റ്റർമാർ പ്രാർത്ഥന മീറ്റിങ്ങിനൊക്കെ വരും. ഈ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. ചില പ്രാർത്ഥനകളൊന്നും ഉത്തരം പറയാത്ത ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഭാര്യയോട് പോയി ക്ഷമയൊക്കെ ചോദിക്കണം. ഞാൻ അന്ന് പറഞ്ഞത് ഇച്ചിരി കടുത്തുപോയി, നിന്നോട് ഞാൻ ബഹുമാനമില്ലാതെ പെരുമാറി. അല്ലേ? അപ്പോൾ പുരുഷന്മാർ ശ്രദ്ധിക്കണം. ഇങ്ങനൊരു വാക്യം ഭാര്യമാർക്കില്ല കേട്ടോ. എന്താണോ എന്തോ, പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. മടുത്തു പോകരുത്. അല്ലേ? ഉറ്റിരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, സുബോധം കാത്തു സൂക്ഷിക്കണം. അല്ലേ? പ്രാർത്ഥിച്ചാലേ ആകുല ചിന്തകളെ അതിജീവിക്കുവാനുള്ള ദൈവിക സമാധാനം ലഭിക്കത്തുള്ളൂ. സകല വിശുദ്ധന്മാർക്കും വേണ്ടി പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. അല്ലേ? സ്തോത്രത്തോടെ ജാഗരിക്കണം. ഇതെല്ലാം കൽപ്പനകളാണ്. ഇതൊക്കെ പാലിക്കാറുണ്ടോ? നമ്മുടെ അനുസരണ ജീവിതത്തിൽ ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ? അല്ലേ? അപ്പോൾ എന്തൊക്കെ വിഷയമായി പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ തുടക്കം മുതൽ കണ്ടത്? അല്ലേ? സംസർഗ പ്രാർത്ഥന. അല്ലേ? പ്രാർത്ഥന ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യം നിമിത്തം ഉയരുന്നതായിരിക്കണം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. ജൽപ്പനങ്ങൾ ഒഴിവാക്കണം, കപടത ഒഴിവാക്കണം. അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട ഏറ്റവും വലിയ നിലവിളി, ദൈവമേ എനിക്കൊന്നും തന്നില്ലേലും കുഴപ്പമില്ല, നിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടണം. പിന്നെ ഈ പറഞ്ഞ കൽപ്പനകളൊക്കെ പാലിക്കണം. അതിൽ ഉറ്റിരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, സ്തോത്രത്തോടെ ജാഗരിക്കണം. അല്ലേ? ഭാര്യമാരെയൊക്കെ സൂക്ഷിച്ച് ഇടപെടണം. അല്ലേ? അതെല്ലാം കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറ്റിരിക്കണമെന്നാണ് നമ്മൾ ഇന്ന് ഈ കുറിവാക്യത്തിൽ നിന്ന് കാണുന്നത്. അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കെയർസെൽ ഇവിടെ ഈ വചന ധ്യാനം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പരം ഒരു നല്ല വിഷയമില്ല അവസാനിപ്പിക്കാൻ. അല്ലേ? ഇനി മുന്നോട്ട് നിങ്ങൾ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞു വിടേണ്ടത്. ഞാൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എല്ലാ പ്രതിസന്ധിയിലും ഒന്നാമത്തെ പ്രതികരണം പ്രാർത്ഥനയാക്കുവാൻ നിങ്ങൾ പഠിക്കണം. അതെങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒരു പ്രതിസന്ധി വരുമ്പോൾ വരത്തില്ല. കാരണം നമ്മുടെ ഉള്ളിലെ സ്വഭാവം പുറത്തിറങ്ങി വരും. ഒരു പ്രശ്നം വരുമ്പോൾ ചീത്ത വിളിക്കുന്ന ഒരാളാണ് ചീത്ത വിളിക്കും. അല്ലേ? അല്ലാതെ പ്രാർത്ഥനയൊന്നും വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പ്രശ്നം ഇല്ലാത്ത സമയത്ത് ഇതൊരു ശീലമാക്കാൻ പഠിക്കണം. ഭൂമി കുലുക്കമൊന്നും ഇല്ലാത്ത സമയത്ത് പോയി എപ്പോഴും ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥിച്ച് ജീവിക്കാൻ പഠിച്ചാൽ കുലുക്കങ്ങളൊക്കെ വരുമ്പോൾ പ്രാർത്ഥന സ്വമേധ വരും. അല്ലാതെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, അതല്ല. നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരണം. പ്രാർത്ഥനയാൽ ജീവിക്കുന്നവരായാൽ പ്രതിസന്ധിയുടെ വേളയിലും നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കും. അല്ലേ? പിന്നെ ഈ സംസർഗ നിമിത്തം ദൈവത്തിൻ്റെ ഈ ഗൈഡൻസ്, ദൈവം വഴികാട്ടി ആയി മാറും. അല്ലേ? അങ്ങനെ പ്രാർത്ഥനയിൽ നിരവധി വിഷയങ്ങളുണ്ട്. നമുക്ക് സമയം ഏതാണ്ട് അവസാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും കണ്ണുകളടച്ച് ഈ കേട്ട വചനത്തിൽ നിന്ന് ദൈവം നിങ്ങളോട് ഏത് വിഷയത്തിലാണ് ഇടപെട്ടതെന്ന് വെച്ചാൽ ആ വിഷയത്തെ ഓർത്ത് ദൈവത്തോട് അടുത്തു വരിക. നമ്മൾ ആദ്യമേ പറഞ്ഞു, അറിവിനേക്കാളും അടുപ്പമാണ് വചനധ്യാനത്തിൽ നമ്മൾ ഊന്നൽ നൽകേണ്ട വിഷയം. കർത്താവ്, ഈ വിഷയത്തിൽ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഈ പ്രാർത്ഥനാ വിഷയത്തിൽ
വചനം പറയുന്ന പ്രകാരം നിന്നോട് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും. ആ വിഷയത്തിൽ ദൈവത്തോട് ഇടപെടുക. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനാ ജീവിതം ഈ കേട്ട വചന വെളിച്ചത്തിൽ ഒന്ന് വിശകലനം ചെയ്ത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ ഒരു സമർപ്പണ ബോധത്തോടെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഇന്ന് ഈ വൈകുന്നേരം സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് അടിയൻ്റെ ഭവനത്തിൽ ഒന്നിച്ചു കൂടുവാൻ ഈ നൽകിയ സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ധ്യാനിച്ചതുപോലെ കർത്താവ് പഠിപ്പിച്ച മാതൃകയ്ക്കൊത്തവണ്ണം പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്താൽ നിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിന്നോട് അടുത്തു വരുവാനും നിൻ്റെ സഹായങ്ങളൊക്കെ പ്രാപിക്കുവാനും നിൻ്റെ സംസർഗത്തിൽ ജീവിക്കുവാനും ഞങ്ങളെവരെ നീ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ ഭക്തന്മാരായി പ്രാർത്ഥിക്കുവാൻ, നിൻ്റെ മഹത്വത്തെ ഏറ്റവും ഉപരിയായി വിലമതിച്ചുകൊണ്ട് നിൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വന്തകാര്യ ലബ്ധിയേക്കാളും ഉയർന്നു നിൽക്കുന്ന നിലവിളി, പിതാവേ, നിൻ്റെ നാമം മഹത്വീകരിക്കണം. അതിനുവേണ്ടി ഏത് ക്രൂശെടുക്കാനും എന്തും സഹിക്കാനുമുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഞങ്ങളെക്കാളും അധികമായി നിന്നെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും സകല വിശുദ്ധന്മാർക്കും വേണ്ടി പൂർണ്ണ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാനും സ്തോത്രത്തോടെ ജാഗരിക്കുവാനും ഇടപെടാതെ പ്രാർത്ഥിപ്പാനും സുബോധവും നിർബന്ധരായുമൊക്കെ ഇരിക്കുവാനും കർത്താവെ, കല്യാണം കഴിച്ചവർ ഭാര്യമാരുമായിട്ടുള്ള ബന്ധത്തിൽ വചനം പറയുന്നത് പോലെ സ്നേഹവും ബഹുമാനവും കൊടുത്ത് ജീവിപ്പാനുമൊക്കെ കർത്താവെ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു വർഷം നീണ്ടുനിന്ന ഈ പ്രതിമാസ വചന ധ്യാനത്തെ ഇത്രത്തോളം നീ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ എല്ലാ മാസവും നീ വഴിയൊരുക്കി അവസരം തന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഈ വചനധ്യാനം ഞങ്ങൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ നീയുമായിട്ട് അടുക്കുവാനും നിന്നോട് കീഴ്പ്പെടുവാനുമുള്ള മുഖാന്തരമാക്കി മാറ്റണമേ. അടുത്ത മാസം മുതൽ ഞാൻ ഇവരുടെ കൂട്ടത്തിലില്ല കർത്താവ്, ഈ കൂട്ടത്തെ നീയായിട്ട് നയിക്കണമേ. അവർ കർത്താവെ ഇതിനും അധികമായി വളർച്ച പ്രാപിക്കുവാൻ ഇടയാകണമേ. ആ രീതിയിൽ കെയർസെലിനെ നീ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വളർച്ച നിമിത്തം അഴൂർ പഞ്ചായത്തിൽ കർത്താവെ ശക്തമായ പ്രവർത്തനങ്ങൾ ഉളവാകുവാൻ ഇടയാകണമേ. അവിടെയുള്ള ആ പ്രിയപ്പെട്ടവർ കർത്താവെ പലവിധ പ്രയാസത്തിലുമായിരിക്കുന്നവർക്ക് ദൈവമേ കർത്താവെ നിന്നെ രുചിച്ചറിയുവാനും അതുനിമിത്തമുള്ള വിടുതലുകൾ പ്രാപിച്ച് ധന്യമായ ജീവിതങ്ങൾ നയിക്കുവാനും ഇടയാകണമേ കർത്താവെ. ആ പ്രദേശത്ത് നിൻ്റെ സാക്ഷികളായി ജീവിപ്പാനും പ്രവർത്തിക്കുവാനും ഈ കൂട്ടത്തെ നിൻ്റെ കരത്തിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളെയും ഇവരുടെ തലമുറകളെയും ഇവരുടെ ജോലികളെയും ഒക്കെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള യാത്രയിൽ കൂടെയിരിക്കണമേ, അനുഗ്രഹിക്കണമേ, നീ നയിക്കണമേ കർത്താവെ. കർത്താവെ, ഇത്രത്തോളം നീ വചന ശുശ്രൂഷയെ സഹായിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. കർത്താവെ, തുടർന്നുള്ള ഞങ്ങളുടെ കൂട്ടായ്മയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.